ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോമുഖാസന, കൗ ഫേസ് പോസ് ആണ്. ഈ പേര് തന്നെ കൗ ഫേസ് പോസ് എന്ന് വരാൻ കാരണം നമ്മുടെ കാലുകൾ കൗവിൻ്റെ ഫേസ് പോലെ റിസംബിൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേര് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് നമ്മുടെ ആംഗിൾ ജോയിൻറ്റ്, നീ ജോയിൻറ്റ്, ഹിപ്പ് ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, ഈ എല്ലാ ജോയിൻസിൻ്റെയും മൊബിലിറ്റി, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, ബോഡിയുടെ എൻറ്റയർ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു പോസ്റ്റർ എന്തെങ്കിലും നീ പെയിൻ ഉള്ളവർ, ഹിപ്പ് പ്രോബ്ലംസ് ഉള്ളവർ, ഷോൾഡർ ഇഞ്ചുറിയോ ഷോൾഡർ പ്രോബ്ലംസ് ഉള്ളവർ ഇത് അവോയ്ഡ് ചെയ്യണം. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഗോമുഖാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം ദണ്ഡാസന പൊസിഷനിലേക്ക് വരിക. കാലുകൾ നീട്ടിവെക്കുന്നു. അതിനുശേഷം റൈറ്റ് ലെഗ് നമ്മൾ ബെൻഡ് ചെയ്ത് റൈറ്റ് ഹീല് ലെഫ്റ്റ് ബട്ടക്സിന് പുറത്തായിട്ട് വയ്ക്കുക. നമ്മൾ ഹീൽസിന് മുകളിലല്ല ഇരിക്കുന്നത്, ബട്ടക്സിന് പുറത്തായിട്ടാണ് കാല് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹീൽ റൈറ്റ് ബട്ടക്സിന് സൈഡിലായിട്ട് വെക്കുന്നു. കാലുകൾ രണ്ടും അലൈൻഡ് ആയിട്ടിരിക്കണം. രണ്ട് നീയും ഒരു നീയുടെ താഴെ ആയിരിക്കണം മറ്റേ നീ വരേണ്ടത്. ചെസ്റ്റ് ഓപ്പൺ ചെയ്തിരിക്കുക. അതിനുശേഷം റൈറ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുക. റൈറ്റ് എൽബോ ബെൻഡ് ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലേക്ക് കൊണ്ടുപോയതിന് ശേഷം കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. കൈവിരലുകൾ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുന്നു. റൈറ്റ് എൽബോ മുകളിലേക്കും ലെഫ്റ്റ് എൽബോ താഴേക്കും പോയിൻ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് നമ്മുടെ ചെസ്റ്റ് മാക്സിമം ഓപ്പൺ ചെയ്തിരിക്കുക. ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഒരു 10 ബ്രീത്ത് ചെയ്യാവുന്നതാണ്. കണ്ണടച്ചിരുന്നുകൊണ്ട് ഒരു 10 ബ്രീത്ത് എടുക്കുക. ആൻഡ് സ്ലോലി കൈകൾ റിലീസ് ചെയ്യുക. ആദ്യം ലെഫ്റ്റ് താഴെ ഇരിക്കുന്ന കൈ റിലീസ് ചെയ്യുന്നു. അതിനുശേഷം മുകളിലിരിക്കുന്ന കൈ റിലീസ് ചെയ്യാം. കാലുകൾ റിലീസ് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ചെയ്തത് ഒരു സൈഡാണ്. അതേപോലെ തന്നെ കാലിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. ആദ്യം ലെഫ്റ്റ് ലെഗ് ബെൻഡ് ചെയ്യുക. ലെഫ്റ്റ് ഹീല് റൈറ്റ് ബട്ടക്സിന് പുറത്തും റൈറ്റ് ഹീല് ലെഫ്റ്റ് ബട്ടക്സിന് പുറത്തും വയ്ക്കുന്നു. ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹിപ്പ് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ നീസ് ഇങ്ങനെ ഒരേപോലെ വരില്ല. നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എത്രയാണോ കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുന്നത് ആ പൊസിഷനിൽ ഇരിക്കുക. ഒരുപാട് സ്ട്രഗിൾ ചെയ്യാതെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ പൊസിഷൻ എങ്ങനെയാണ് ഞാൻ തിരിഞ്ഞിരുന്നുകൊണ്ട് കാണിക്കാം. ലെഫ്റ്റ് ഹാൻഡ് മുകളിലേക്ക് ഉയർത്തുന്നു. റൈറ്റ് ഹാൻഡ് ബാക്ക്. അതിനുശേഷം ഈ താഴെ ഇരിക്കുന്ന കൈ നന്നായി സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ബെൻഡ് ചെയ്യുക. കൈ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരുന്നുകൊണ്ട് ബ്രീത്തിങ്, നോർമൽ ബ്രീത്തിങ് ചെയ്യാം. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് കൈ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ യോഗ ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട്, നമുക്ക് ബെൽറ്റ് രണ്ട് കൈയുടെയും സെൻട്രലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് സ്ലോലി കൈ റിലീസ് ചെയ്യാം. ഈ ഒരു പൊസിഷൻ നമുക്ക് നമ്മുടെ ജോയിൻസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നമ്മുടെ ഷോൾഡർ ജോയിൻസ്, അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഈ ഷോൾഡർ പെയിൻ ഉള്ളവർ ഈ പൊസിഷൻ, ഈ യോഗ പോസ്റ്റർ എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഷോൾഡർ ഇഞ്ചുറി എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളവരും, അതുപോലെ തന്നെ നീ ഇഞ്ചുറി, ഹിപ്പ് ഇഞ്ചുറി എന്തെങ്കിലും ഉള്ളവർക്ക്, അതുപോലെ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും സർജറീസ് നടന്നിട്ടുള്ളവരും ഇത് അവോയ്ഡ് ചെയ്യണം. ഇതുപോലുള്ള യോഗ ആസനാസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.